ഒരു പിതാവ് തന്റെ മകളുടെ മുൻ ഭർത്തൃമാതാപിതാക്കളിൽ നിന്നും സ്ത്രീധനം തിരിച്ചുവാങ്ങാനായി IPCയുടെ 406 വകുപ്പ് പ്രകാരവും സ്ത്രീധന നിരോധന നിയമത്തിന്റെ 6 വകുപ്പ് പ്രകാരവും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. തന്റെ മകളുടെ സ്ത്രീധനം തിരിച്ചുവാങ്ങുന്നതിനു FIR ഫയൽ ചെയ്യുന്നതിന് ഒരു പിതാവിന് അവകാശമുണ്ടോ എന്നതും പിതാവ് നൽകിയ ഹർജി തള്ളിക്കളഞ്ഞ ഹൈക്കോടതി നടപടി ശരിയായിരുന്നോ എന്നതുമായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്ന പ്രധാന ചോദ്യങ്ങൾ. സ്ത്രീധനം, ഒരു സ്ത്രീക്ക് അത്തരം സ്വത്തിന്മേലുള്ള അവകാശം എന്നീ വിഷയങ്ങളുടെ നിയമവശങ്ങൾ കോടതി പരിശോധിക്കുകയുണ്ടായി. ഒരു സ്ത്രീക്ക് തന്റെ സ്ത്രീധനത്തിന്മേൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശവും നിയന്ത്രണവുമുണ്ടെന്നു കോടതി ഊന്നിപ്പറഞ്ഞു. സ്ത്രീ ജീവിച്ചിരിക്കെ സ്വന്തം തീരുമാനങ്ങളെടുക്കാൻ പ്രാപ്തിയുണ്ടായിരിക്കെ സ്ത്രീയുടെ ഭർത്താവിനോ സ്ത്രീയുടെ പിതാവിനോ സ്ത്രീധനത്തിന്മേൽ യാതൊരു അവകാശവുമില്ല. മകളുടെ സ്വന്തമായ സ്ത്രീധനം തിരിച്ചുവാങ്ങാനുള്ള നടപടികൾ തുടങ്ങുന്നതിന് മകളിൽ നിന്ന് പിതാവിന് അനുമതി ലഭിച്ചിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. മകളുടെ വിവാഹത്തിന് 20 വർഷത്തിന് ശേഷവും വിവാഹമോചന ഒത്തുതീർപ്പിന് 5 വർഷത്തിന് ശേഷവുമായിരുന്നു FIR ഫയൽ ചെയ്യപ്പെട്ടത്. IPCയുടെ 406 വകുപ്പ് പ്രകാരമുള്ള വിശ്വാസവഞ്ചന കുറ്റത്തിന്റെ ഘടകങ്ങളൊന്നും ഈ കേസിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീധനം ഭർത്തൃമാതാപിതാക്കളുടെ കൈവശമേൽപ്പിച്ചതിനോ അവർ അത് അപഹരിച്ചതിനോ തെളിവുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭാര്യയുടെ പിതാവ് തുടങ്ങിവെച്ച നടപടികൾ നിലനിൽക്കുന്നതല്ലെന്ന് വിധിച്ച കോടതി ഭർത്തൃമാതാപിതാക്കൾക്കെതിരെയുള്ള കേസ് റദ്ദു ചെയ്യുകയും ചെയ്തു. ചുരുക്കിപ്പറഞ്ഞാൽ, ഒരു സ്ത്രീ ജീവിച്ചിരിക്കെ തന്റെ സ്ത്രീധനം ഭർത്തൃവീട്ടുകാരിൽ നിന്ന് തിരിച്ചുവാങ്ങാൻ പ്രാപ്തിയുണ്ടായിരിക്കെ സ്ത്രീയുടെ പിതാവിന് മകളുടെ സ്ത്രീധനം ഭർത്തൃമാതാപിതാക്കളുടെ പക്കൽ നിന്നും തിരിച്ചുവാങ്ങാനായി നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം സ്ത്രീധനം പൂർണ്ണമായും സ്ത്രീയുടെ സ്വത്താണ്. സ്ത്രീയാണ് അതിന്റെ ഏക അധികാരി. സ്ത്രീധനം ഭർത്തൃവീട്ടുകാരിൽ നിന്നും തിരിച്ചുവാങ്ങാൻ നടപടിയെടുക്കേണ്ടതും സ്ത്രീ തന്നെയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.